മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കൈത്താക്കാലം 5-ാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നമ്മെ അറിയുന്ന, നമ്മെ സ്നേഹിക്കുന്ന നല്ലവനായ തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ കോവിഡിൻ്റെ കാർമേഘത്തിൽ നിന്ന് നന്മയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ നാടിനെയും കൈപിടിച്ച് നിർത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും അൽത്താരിൽ അർപ്പിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടുകൂടെ നമുക്ക് ഈ ബലി അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പനകോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതി ഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതി ഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതി ഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. ലോകമെങ്ങും സുവിശേഷം അറിയിച്ച വിശുദ്ധ ശ്ലീഹന്മാരുടെ ഓർമ്മയാചരിക്കുന്ന
എളിയവരും ബലഹീനമായ മക്കളെ ദയാപൂർവം തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതും. കർത്താവേ, സ്തുതി പാടും അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുതിക്കുമെന്നെന്നും. അനവരത്തിൻ മകനാകാനും തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന ഈ സമൂഹത്തിൽ ഞങ്ങളൊന്നു ചേർന്ന് അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഭക്തിനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവേ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാട്ടുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന.
അധ്യായം 23 33 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, 7-ാം മാസം 15-ാം ദിവസം മുതൽ 7 ദിവസത്തേക്ക് കർത്താവിൻ്റെ കൂടാരത്തിരുന്നാളാണ്. ആദ്യ ദിവസം ഒരു വിശുദ്ധ സമ്മേളനം കൂടണം. അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. 7 ദിവസവും നിങ്ങൾ കർത്താവിന് ദഹനബലി അർപ്പിക്കണം. 8-ാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. കർത്താവിന് ദഹനബലിയും അർപ്പിക്കണം. ഇത് ആഘോഷത്തോടു കൂടിയ സമ്മേളനമാണ്. അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. കർത്താവിന് ദഹനബലിയും ധാന്യബലിയും പാനീയബലിയും മറ്റു ബലികളും അർപ്പിക്കേണ്ടതും വിശുദ്ധ സമ്മേളനങ്ങളുമായി നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടതും ആയ കർത്താവിൻ്റെ നിർദ്ദിഷ്ട തിരുനാളുകളാണ് ഇവ. കർത്താവിൻ്റെ സാപത്തിനും കർത്താവിന് നൽകുന്ന വഴിപാടുകൾക്കും കാഴ്ചകൾക്കും സ്വഭീഷ്ട ബലികൾക്കും പുറമേ ആണ് ഇവ. 7-ാം മാസം 15-ാം ദിവസം വയലിലെ വിളവ് ശേഖരിച്ചതിന് ശേഷം 7 ദിവസം നിങ്ങൾ കർത്താവിന് ഒരു തിരുനാൾ ആചരിക്കണം. ആദ്യ ദിവസം 8-ാം ദിവസവും സാപത്തുമായിരിക്കണം. 1-ാം ദിവസവും ഭംഗിയുള്ള പഴങ്ങളും ഈന്തപ്പനയോലയും ഇലതൂർന്ന ചില്ലകളും ആറ്റരളിക്കൊമ്പുകളും എടുക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ 7 ദിവസം സന്തോഷിച്ച് ആഹ്ലാദിക്കണം. വർഷം തോറും 7 ദിവസം കർത്താവിൻ്റെ തിരുനാളായി ആഘോഷിക്കണം. നിങ്ങളുടെ സന്തതികൾക്കുള്ള ശാശ്വത നിയമമാണിത്. 7-ാം മാസത്തിൽ ഈ തിരുനാൾ നിങ്ങൾ ആഘോഷിക്കണം. 7 ദിവസത്തേക്ക് നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം. ഈജിപ്ത് ദേശത്തു നിന്നും ഞാൻ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നപ്പോൾ അവർ കൂടാരങ്ങളിലാണ് വസിച്ചതെന്ന് നിങ്ങളുടെ സന്തതി പരമ്പര അറിയാൻ ഇസ്രായേൽക്കാരോടെല്ലാവരും കൂടാരങ്ങളിൽ വസിക്കണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ഇപ്രകാരം മോശ ഇസ്രായേൽ ജനത്തോട് കർത്താവിന്റെ നിർദ്ദിഷ്ട തിരുനാൾ പ്രഖ്യാപിച്ചു. ദൈവമായ കർത്താവിനെ സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും അങ്ങ് പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് സ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഇതാ ഞാൻ 3-ാം പ്രാവശ്യം നിങ്ങളെ സന്ദർശിക്കാൻ തയ്യാറായിരിക്കുന്നു. തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ഒരു ഭാരമായിരിക്കുകയില്ല. എന്തെന്നാൽ ഞാൻ കാംക്ഷിക്കുന്നത് നിങ്ങളെയാണ്, നിങ്ങൾക്കുള്ളതല്ല. മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത്, മറിച്ച് മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടിയാണ്. ഞാൻ അതീവ സന്തോഷത്തോടെ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കും തോറും നിങ്ങൾ എന്നെ കുറച്ച് മാത്രമാണോ സ്നേഹിക്കേണ്ടത്? ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുമെങ്കിലും നിങ്ങളെ കബളിപ്പിച്ച് സൂത്രത്തിൽ വശപ്പെടുത്തുകയായിരുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയച്ച ആരെങ്കിലും വഴി ഞാൻ നിങ്ങളെ കബളിപ്പിച്ചിട്ടുണ്ടോ? തീത്തോസ് പോകണമെന്ന് ഞാൻ നിർബന്ധിച്ചു, അവന്റെ കൂടെ ആ സഹോദരനെയും അയച്ചു. തീത്തോസ് നിങ്ങളെ കബളിപ്പിച്ചില്ലല്ലോ. ഒരേ ആത്മാവിലല്ലേ ഞങ്ങൾ പ്രവർത്തിച്ചത്, ഒരേ പാതയിലല്ലേ ഞങ്ങൾ നടന്നത്. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ ന്യായീകരിക്കുന്നുവാണെന്നാണോ ഇത്രയും കാലം നിങ്ങൾ വിചാരിച്ചിരുന്നത്? പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അഭ്യുന്നതിക്ക് വേണ്ടി ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിനാണ് പ്രസംഗിച്ചിരുന്നത്. ഒരുപക്ഷെ ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെയും കാണാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കലഹവും അസൂയയും കോപവും മാത്സര്യവും അപവാദവും പരദൂഷണവും അഹന്തയും അസ്വസ്ഥതയും ആയിരിക്കുമോ കണ്ടെത്തുന്നത്? ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ എളിമപ്പെടുത്തുമോ എന്നെനിക്ക് ഭയമുണ്ട്. നേരത്തെ പാപം ചെയ്തവരും എന്നാൽ തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാസക്തിയെക്കുറിച്ചും പശ്ചാത്തപിക്കാത്തവരുമായ അനേകരെ ഓർത്ത് വിലപിക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു.
നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവവചനമിതാ ജീവദായക വചനമിതാ മനുഷ്യപുത്രൻ മനസ്സിൽ വിതറും ദൈവവചനമിതാ 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 ജീവദായക വചനമിതാ മനുഷ്യപുത്രൻ മനസ്സിൽ വിതറും ദൈവവചനമിതാ ദൈവവചനമിതാ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 16 അധ്യായം 19 മുതൽ തിരുവചനങ്ങൾ. ധനവാനും ലാസറും. ഒരു ധനവാനുണ്ടായിരുന്നു. അവൻ ചുമന്ന പട്ടും മുതല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവന്റെ പടിവാതിൽക്കൽ ലാസർ എന്നു ദരിദ്രൻ കിടന്നിരുന്നു. അവന്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് സംവഹിച്ചു. ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ. തന്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എന്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രാഹം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു. ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവനിവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രാഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രാഹമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുദപിക്കും. അബ്രാഹാം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിക്കാം. വായിച്ചു കേട്ട വചനം എന്നോടും നിങ്ങളോടും ഈ ബലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളോടും എന്താണ് പറയുന്നത്? ആ പറയുന്ന വചനത്തിൻ്റെ ചൈതന്യം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ദൈവനിവേശിതമായി എഴുതപ്പെട്ട ഈ തിരുവചനം ആനുകാലിക ലോകത്ത് അതിന് ജീവനും ജീവിതവും നൽകുവാനുള്ള ആത്മീയ കൃപ തരണേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളെയും ഈശോ അനുഗ്രഹിക്കട്ടെ. ലോകം മുഴുവനും കോവിഡും മറ്റു മഹാമാരികളും പ്രളയത്തിൻ്റെ ദുരന്തങ്ങളൊക്കെ, വിമാന അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഇടമുറിയാതെ കടന്നു വരുമ്പോൾ കോടിക്കണക്കിന് മനുഷ്യർ, ലക്ഷക്കണക്കിന് ആളുകൾ അതിൻ്റെ ദുരന്തത്തിലാണ്. ദൈവം നമ്മളെ അതിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും കാലഘട്ടത്തിൻ്റെ ചുവരെടുത്ത് വായിച്ചറിഞ്ഞുകൊണ്ട് ഈ നാടിനെ വീണ്ടെടുക്കാൻ, അവരുടെ നന്മയെ വീണ്ടെടുക്കുവാൻ തമ്പുരാൻ തരുന്ന വലിയ അവസരങ്ങളായിട്ട് നമുക്കിതിനെ കാണാം. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും
വേണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അത് ജീവിതത്തിൽ ആസ്വദിക്കുക അനുഭവിക്കുകയും ചെയ്യുന്ന ഓരോ മനുഷ്യർക്കുമുള്ള ഒരു താക്കീതായിട്ടാണ് ധനവാന്റെയും ലാസറിന്റെയും ഉപമ ഈശോ നമുക്ക് തന്നതിനെ തിരിച്ചറിയുന്നു. ജീവിത സുഖ സൗകര്യങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, അത് അനുഭവിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ മറന്നു പോകരുതാത്ത ചില നന്മകളുണ്ട്. അത് ഒന്ന് തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. നമ്മൾക്ക് ജീവിതത്തിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നതാണ് ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഉള്ളവൻ പിന്നെയും വെട്ടിപ്പിടിക്കുന്നു, ഇല്ലാത്തവൻ ഉള്ളതുപോലും നഷ്ടപ്പെടുന്നു. നമുക്കറിയാം, ലോകസമ്പത്ത് തന്നെ ചെറിയൊരു വിഭാഗം കൂടുതൽ കൈയാളുമ്പോൾ മഹാഭൂരിപക്ഷം ആളുകളും വളരെയധികം ദുരിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്വാതന്ത്ര്യത്തിനൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ ആചരിക്കുമ്പോഴൊക്കെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് ഇനിയും നമ്മുടെ നാടും നമ്മുടെ വീടും നമ്മുടെ ജീവിതവും ഒന്നും വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ തിരുവനന്തപുരത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്. ഉള്ളവരും ഇല്ലാത്തവരുള്ള അന്തരം കൂടി വരികയാണ്. ഇവിടെ ധനവാനായ മനുഷ്യന്റെ പേര് പോലും പറയുന്നില്ല, പക്ഷെ ലാസറിനെ പേരെടുത്ത് പറയുന്നുണ്ട്. ഒരു വ്യക്തി എന്നല്ല, ഒരു വലിയ ജനവിഭാഗത്തിന് പ്രതിനിധിയാണ് ഈ ലാസർ. ഒരുപാട് പേര് ഇതുപോലെ ദുരിതത്തിലൂടെ പോകുന്നുണ്ട്, ദാരിദ്ര്യത്തിന്റെ അത് നഷ്ടം തിരിയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ധനവാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ട്, തിന്മ ചെയ്തതായിട്ട് ഒന്നും സുവിശേഷം രേഖപ്പെടുന്നില്ല. എന്നിട്ടും എന്തേ അവൻ നിത്യനരകാഗ്നിയിൽ നിബന്ധിച്ചു എന്നുള്ളത് നമ്മൾ ആത്മശോധനയ്ക്ക് വിധേയമാക്കണം. അതുപോലെ തന്നെ രോഗത്തിലും ദാരിദ്ര്യത്തിലുമായിരുന്ന ലാസർ എന്തെങ്കിലും നന്മ ചെയ്തതായിട്ടും സുവിശേഷം പറയുന്നില്ല. എന്നിട്ടും അവനെന്തേ അബ്രാഹത്തിന്റെ മടിത്തട്ടിലേക്ക്, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത് നമ്മൾ നമ്മുടെ ആത്മശോധനയ്ക്ക് വിധേയമാക്കണം. ഞാനും നിങ്ങളൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഒരുപാട് നന്മകളുള്ള ധനവാനും ലാസറുമാരുമാണ്. ഓരോ മേഖലയിലായിരിക്കും, പക്ഷെ അവിടെയൊക്കെ എന്തിനു വേണ്ടി ദൈവം ഈ ഭൂമിയിൽ ജീവൻ തന്നിരിക്കുന്നു? മരണം എന്ന കവാടം കടന്നുകൊണ്ട് അവന്റെ മടിത്തട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. അതിന് തീർച്ചയായിട്ടും നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യാതെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ അതില്ലാത്തവരുമായി പങ്കിട്ടു പോകാൻ മറക്കരുത്. അപ്പൊ ഈ ധനികൻ എന്തുകൊണ്ട് നരകത്തിൽ പ്രവേശിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ലാസർ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു? ധനികൻ എന്തെങ്കിലും തിന്മ ചെയ്തു എന്നുള്ളത് കൊണ്ടല്ല, ചെയ്തില്ല എന്നുള്ളതല്ല, മറിച്ച് നന്മ ചെയ്യേണ്ട പോലെ ചെയ്യാതിരുന്നത് കൊണ്ടാണ് അവൻ സ്വർഗത്തിൽ നരകത്തിലേക്ക് നിബന്ധിച്ചത്. അതായത് ജീവിതത്തിൽ യാതൊരു തിന്മയും അവൻ ചെയ്തതായിട്ട് പറയുന്നില്ല. തിന്മ ചെയ്തില്ല എന്നതിനേക്കാൾ ഉപരിയായി ചെയ്യേണ്ട നന്മ ചെയ്യേണ്ട പോലെ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടവർക്ക് ചെയ്യാതിരുന്നപ്പോ അവന് നിത്യ നരകാത്തിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവൻ അനുദപിക്കുന്നുണ്ട്, പക്ഷെ സമയം കഴിഞ്ഞു. സഹോദരനെ രക്ഷിക്കാനൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അവർക്കതിനുള്ള സമയം കഴിഞ്ഞു. ഇവിടെ ദരിദ്രനായ ലാസർ വ്രണപ്പെട്ട് കിടക്കുന്നവനും എന്തുകൊണ്ടാണ് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചത്? അവന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ കടന്നു പോകുമ്പോഴും ഒരു പരിഭവവും പരാജയം കൂടാതെ അവൻ നിശബ്ദമായി അത് സഹിക്കുക, അത് ഏറ്റെടുക്കുക. ധനവാന്റെ മേശക്കയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണമെങ്കിലും ഭക്ഷിക്കാൻ നായ്ക്കളോട് അവൻ പടവരുതുകയാണ്. അവിടെയും അവന് പരിഭവമില്ല, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് അവൻ ജീവിക്കുക. ജീവിത വഴികളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കടന്നു പോകുന്ന സകല വഴികളുടെ അൾത്താരയിൽ അർപ്പിക്കുന്ന ബലിജീവിതങ്ങളുണ്ട്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് തീർച്ചയായിട്ടും ഈ ഭൂമിയിലെ വേദനകൾക്കപ്പുറം പരലോകത്തിൽ അവർക്ക് നിത്യസമ്മാനം ഉറപ്പാകും. ഇവിടെ ഈ അന്തരം കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ദൂരം കുറയ്ക്കണം. ഇവിടെ ധനവാന്റെ വീട്ടുപടിക്കിലേക്കുള്ള ഊട്ടുമേശയിലെ ദൂരം വളരെ ചെറുതാണ്. ആ ഊട്ടുമേശയിൽ അല്ലെങ്കിൽ വിവാഹ സദ്യ ഒരുക്കുന്ന മേശയിൽ നിന്നും സ്വന്തം പടിവാതിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ഏറെ സാധ്യതകളുണ്ട്. ഒരുപാട് അകലങ്ങളൊന്നുമില്ല, എന്ത് കൈവിരൽ തുമ്പിലല്ലേ. എന്തും എവിടെ നിന്ന് നമുക്ക് ചെയ്യാവുന്ന സാങ്കേതിക ജ്ഞാനമൊക്കെ വളർന്നു, പക്ഷെ അവിടെയൊക്കെ ഹൃദയം കൊണ്ട് ഒരുപാട് അകന്നു പോകുന്നുണ്ട്.
മരണശേഷം സംഭവിച്ചിരുന്ന അഗാധമായ ഒരു ഗർത്തമാണ്. നന്മ ചെയ്യാൻ പറ്റില്ല. പറഞ്ഞില്ലേ, സ്വർഗവും നരകവും തമ്മിൽ പറഞ്ഞു. ലാസറിന് ഇങ്ങോട്ട് വരാനോ ധനിക ലാസറിന് പോകാൻ പറ്റില്ല. അത്രമാത്രം അഗാധമായ ഒരു ഗർത്തത്തിലാണെന്ന് പറഞ്ഞു വെക്കുക. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്കുള്ള നമ്മുടെ ദൂരം കുറയ്ക്കണമെങ്കിൽ ഭൂമിയിലെ ജീവിതത്തിലെ സഹോദരങ്ങളുടെ ദൂരം നമ്മൾ കുറയ്ക്കണം. കണ്ടിട്ട് കാണാതെ പോകരുത്. ഇവിടെ പടിവാതിൽ കിടന്ന് വേദനിക്കുന്ന ലാസറിനെ കണ്ടിട്ടും കാണാതെ പോയി എന്നുള്ള ആ വലിയ തെറ്റാണ് ധനികനായ മനുഷ്യൻ ചെയ്തെങ്കിൽ അറിഞ്ഞു പറയുകയും ഞാനും നിങ്ങളും നമ്മളൊക്കെ ഈ അപഗണന കൊണ്ട് ഒരുപാട് പേരെ നമ്മൾ വഴിമാറ്റി കളയുന്നുണ്ട്. ഒരുപാട് പേർക്ക് ദുരന്തങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കാര്യത്തിന് വേണ്ടി വീണ്ടും വീണ്ടും നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഇല്ലാത്തവര് വേദന തിരിച്ചറിയുന്നില്ല. എനിക്ക് സന്തോഷമുള്ള കാര്യം, കഴിഞ്ഞ 4-5 മാസമായിട്ട് ഇല്ലാത്തവന് എത്തിച്ചു കൊടുക്കാൻ, ദുരിതപ്പെടുന്നവന് സഹാനുഭൂതി കാട്ടാൻ ഒരുപാട് മനുഷ്യര് പല രീതിയിലും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ ദുരന്തം കടന്നു വന്നപ്പോ നമ്മൾക്ക് ഒരുപാട് നന്മ ചെയ്യുക. നരകാഗ്നി കടന്നപ്പോ ധനികന് തിരിച്ചറിഞ്ഞു നഷ്ടപ്പെട്ടു പോയ നിമിഷങ്ങൾ. അപ്പൊ ദൈവം നമുക്ക് തരുന്ന അവസരം ഈ ഭൂമിയിലുള്ളതാണ്. ഈ ഭൂമിയിൽ തന്നെ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനം ഉറപ്പാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആരോടും വെറുപ്പില്ലാതെ, ആരോടും വൈരമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു വലിയ മനസ്സ് നമുക്കുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പക്ഷേ പലതരത്തിൽ നമ്മളെ ബോധപൂർവം അവഗണിക്കുന്നവർ ഇവിടെ ഉണ്ടാകും. അങ്ങനെയുള്ളവരെ അതുപോലെ തിരിച്ചു കൊടുക്കല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ജീവിത വഴികളെ മെച്ചപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുക. ദൈവമെല്ലാം കാണുന്നു, അറിയുന്നു. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ തീർച്ചയായിട്ടും ദുരിതപ്പെടുന്നവരോട് പക്ഷം ചേർന്നുകൊണ്ട് അവർക്ക് വേണ്ടി എന്താലാവുന്ന നന്മ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും നമുക്ക് സ്വർഗം ലക്ഷ്യമാക്കി മുന്നേറാൻ സാധിക്കും എന്നുള്ളതാണ്. കൃത്യമായി യോഹന്നാൻ തന്റെ 1-ാം ലേഖനത്തില് 3-ാം അധ്യായം 17-18 പറയുന്നുണ്ട്, ലൗകിക സമ്പത്തുണ്ടായിരിക്കെ ഒരുവൻ തന്റെ സഹോദരന്റെ സഹായമറിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയമടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? ലൗകിക സമ്പത്തുണ്ടായിരിക്കെ ഒരുവൻ തന്റെ സഹോദരൻ അറിയിക്കുന്നവനെ സഹായിക്കാതിരിക്കുമ്പോൾ ദൈവസ്നേഹം എങ്ങനെയാണ് അവനിൽ കുടികൊള്ളുന്നത്? തുടർന്ന് പൗലോസ് പറയുക, യോഹന്നാൻ പറയുന്നു, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, വാക്കിൽ സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. നമ്മൾ സ്വാതന്ത്ര്യത്തിനൊക്കെ ആഘോഷിച്ച് ആചരിച്ച് ഈ പ്രതിസന്ധിയിലെ വഴിയുടെ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് യഥാർത്ഥത്തിൽ സത്യത്തിൽ വാക്കും അല്ലെങ്കിൽ സംസാരത്തിന് അപ്പുറത്തേക്ക് കടന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സത്യത്തിലും നീതിയിലും പ്രവൃത്തിയിലും നമുക്ക് ദൈവിക നന്മകൾ ചെയ്തുകൊണ്ട് വേദന അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് നമ്മുടെ ജീവിതയാത്ര മെച്ചപ്പെടുത്താൻ പരിശ്രമിക്കാം. അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ നിന്ന് കർത്താവെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് ഏറ്റു പറയാം. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദിവ്യരക്തത്താൽ അങ്ങ് വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും അങ്ങയുടെ ദിവ്യ ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്തു പങ്കാളികളുമാകുവാനുള്ള സന്മനസ് അങ്ങയുടെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുന്നതിനുള്ള അനുഗ്രഹം സഭാതലവനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭാധ്യക്ഷൻ പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപോലിത്തയ്ക്കും ഞങ്ങൾ മാർ ആന്റണി മെത്രാനും മറ്റെല്ലാ മേലധ്യക്ഷന്മാർക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഈ സമൂഹത്തിലും ലോകം മുഴുവനും ധാരാളമായി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാഗ്രഹത്താൽ തിരഞ്ഞെടുത്ത ഈ സമൂഹം മുഴുവന്റെയും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും ഈ ബലി കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും
ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറകൾ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹനാഥനായ ഈശോയെ, അവിടുത്തെ ഈ വിശുദ്ധ കുർബാനയിൽ ആത്മന പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കണമേ. ലോകം നേരിടുന്ന ഈ വലിയ പ്രതിസന്ധികളെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് തമ്പുരാനെ അതിജീവിക്കാൻ നീ ഞങ്ങൾ കാട്ടിത്തരുന്ന നന്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സാധിക്കുന്ന രീതിയിലൊക്കെ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് സ്വർഗരാജ്യത്തിലെ ഇടം കിട്ടുന്ന പ്രവർത്തനങ്ങളുമായി മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഹോദരങ്ങളുടെ അടുപ്പം കൂട്ടുമ്പോൾ മറ്റുള്ളവരുമായി ഉദാരമായി ഞങ്ങൾ ജീവിക്കുമ്പോൾ സ്വർഗത്തിലേക്കുള്ള ദൂരം ഞങ്ങൾ കുറയ്ക്കുകയാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു. അറിഞ്ഞറിയാതെയും ഞങ്ങളുടെ വാക്കുകൾ കൊണ്ടും ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ടും ഒരുപാട് പേർക്ക് മുറിവേറ്റിട്ടുണ്ട്. ഞങ്ങളുടെ മനസ്സറിയാതെ മറ്റുള്ളവർ ഞങ്ങളെ സംശയിച്ചിട്ടുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമേ, എല്ലാവരെയും ഉൾക്കൊള്ളുവാനും എല്ലാവരെയും മനസ്സിലാക്കുവാനും നിന്റെ സ്നേഹം ഏറ്റവും നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രോഗവേദനകളിൽ കടന്നു പോകുന്നവർ, കടബാധയിൽ നീറുന്നവർ, സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഞങ്ങളുടെ നാടിന് ലോകം മുഴുവനും നഷ്ടപ്പെട്ട എല്ലാ നന്മകളും അങ്ങ് തിരിച്ചു നൽകണമേ. പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചുകൊണ്ട് കാർഷിക സമൃദ്ധി വീണ്ടെടുത്തുകൊണ്ട് സമൂഹത്തിൽ ഏറ്റവും ദുരിതപ്പെടുന്നവർക്ക് ജീവിതത്തിൽ പ്രാമുഖ്യം നൽകിക്കൊണ്ട് വികസന വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോഴും ദൈവത്തെ മറന്ന് ജീവിക്കാൻ ഞങ്ങളെ അനുവദിക്കരുത്. അറിഞ്ഞുമറിയാതെ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങളോട് പുറത്ത് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഇടവക സമൂഹത്തെയും ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ഇടവകയുടെ പരിധിയിൽ കഴിയുന്ന നാനാജാതി മതസ്ഥരായ എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താതനും അതുപോലാത്മജനും ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവസൃഷ്ടിയും പ്രളാതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശ്വരൻ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുള്ള ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു.
മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി നിറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും നൈതികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപബോധത്തിലുള്ള മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസം മരിച്ച് ഈ ലോകത്ത് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വിഷ്ണു നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേ കുഞ്ഞുങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്നു ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. യേശുവിന്റെ സമാധാനം, യേശുവിന്റെ സമാധാനം, യേശു. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖിലചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പോ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു.
ക്രോവന്മാരോട് ശ്രാപ്യന്മാരോട് ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളൊന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. സൈന്യങ്ങൾ തൻ കർത്താവേ, പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, അത്യുന്നതനായ ദൈവമേ, പരിശുദ്ധൻ, നീ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവേ, പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, അത്യുന്നതനായ ദൈവമേ, പരിശുദ്ധൻ, നീ പരിശുദ്ധൻ. നമുക്ക് മുട്ടുമേൽ നിന്ന് ഈശ്വര രക്ഷാഗ്രഹസ്യങ്ങളെ ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ ധനികരാരാണ്? വീണ്ടും വീണ്ടും വെട്ടിപ്പിടിക്കുന്നവരല്ല, ഉള്ളത് വിട്ടുകൊടുക്കുന്നവരാണ്, ഇല്ലാത്തവരുമായി പങ്കിടുന്നവരാണ്. ദരിദ്രരും ബലഹീനരുമായവർക്ക് നമുക്കുള്ളത് പങ്കുവെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ യഥാർത്ഥ ധന്യരായിട്ട് മാറും. ഈ ഭൂമിയിൽ ദൈവത്തിന് സ്നേഹം എന്നും അവരിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കും. നമുക്ക് മുമ്പേ നടന്നു നീങ്ങിയ നമ്മുടെ മാതാപിതാക്കൾ, വിശുദ്ധരായ ആത്മാക്കൾ, എല്ലാവരും നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർ, ഇവരൊക്കെ നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് പാവപ്പെട്ടവന് ജീവനും ജീവവും നൽകിയവര്, അവരാണ് ധനികര്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിലെ ധനികരാകാനല്ല, തമ്പുരാന്റെ സന്നിധി ധന്യരാവാനുള്ള ജീവിത നിയോഗം തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ സമയവും എൻ്റെ സൗകര്യവും എൻ്റെ കഴിവും വിഭവങ്ങളെല്ലാം മറ്റുള്ളവർക്ക് പങ്കിട്ടുകൊണ്ട് അവരെ ധനികരാക്കി മാറ്റിക്കൊണ്ട് തമ്പുരാന്റെ സന്നിധിയിൽ അവൻ്റെ ഹൃദയത്തിലെ ധന്യരായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഈശോയുടെ ശരീരവും രക്തവുമായി അപ്പൂവിന് രൂപപ്പെടുന്നത് പോലെ ഞങ്ങളുടെ ജീവിത രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ഈശോയേ, എന്റെ ദൈവമേ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ഈശോയേ, എന്റെ ദൈവമേ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇളയവരും ബലഹീനരും ആകുലുമായ ദാസം അങ്ങനെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശനം കഴിയാത്ത അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങ് ഞങ്ങൾ നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി
ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ ജോർജ് സൃഷ്ടമെത്രാപൊലിത്താക്ക് വേണ്ടി അതിരുപിതാധ്യക്ഷമെത്രാപൊലിത്തൻ വികാരിയുമായ ആന്റണി കരിയൽ പിതാവിന് വേണ്ടി മറ്റെല്ലാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാനയെ സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെ, സ്ത്രീകന്മാരുടെ, രക്തസാക്ഷികളുടെ വന്ദരുടെ ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നദ്ധിയിൽ പ്രീതിജനകമാവിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാനയെ സ്വീകരിക്കണമേ. നിശ്ചിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടി അങ്ങയുടെ തിരുസന്നിധിയിൽ അടുത്തു മകനിയുമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവജനത്തിനു വേണ്ടിയും അവരുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ഓരോ ഇടവകയിലും പ്രവർത്തിക്കുന്ന CLC സംഘാംഗങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ള സംഘടനകൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ഇടപെടൽ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനും ബലഹീനുമായ എനിക്ക് വേണ്ടിയും കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാനയെ സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ വിശുദ്ധവും ബലിപീഠത്തിന്മേൽ അഭിഷിക്തന്റെ ശരീരങ്ങളെ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തി സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായതും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. കർത്താവ് എളിയവരും ബലഹീനരും സ്ഥിരമായ ദാസർ അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധി നിൽക്കുന്നു. ഞങ്ങൾ നാഥൻ രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആഗ്രഹം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ, ഞങ്ങളെ നവസൃഷ്ടികളാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളും അസ്വസ്ഥതകളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും എല്ലാ അരക്ഷിതാവസ്ഥയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനുള്ള ആത്മീയ കരുത്തിന് വേണ്ടി, ആത്മവിശ്വാസത്തിന് വേണ്ടി, പ്രത്യാശയും വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ശിരസ് നമിച്ച് എളിമയോടെ പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ ഈ കുർബാനയും അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയും അങ്ങയെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായവും അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാഗ്രഹമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിരകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവും രഹസ്യങ്ങളിലേക്ക് അവിടുത്തെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവ് ഈശോ മിശിഹായെ അങ്ങയുടെ തിരുനാമത്തിൽ സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗം നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, വർത്തിത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നേ
നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുള്ള ഉത്സരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ദാസന്റെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും ഇടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും ദേഷ്യത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധോർമാൻ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഓർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവൻ കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയം പ്രസന്നപദനും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കണമേ. സ്നേഹത്തിലും ഐക്യത്തിലും അവിടുന്ന് സംരക്ഷിക്കട്ടെ. സഭയുടെ ബലിവേദിയിൽ തന്റെ ശരീരത്തിങ്ങൾ തരുന്ന മിശിഹായെ നമുക്ക് വാഴ്ത്താം. അരൂപിയിൽ ദിവ്യകാരുണ്യ സ്വീകരണം. ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോഴെനിക്ക് സാധ്യമല്ലാത്തതിനാൽ നാഥ, അരൂപിയിൽ അങ്ങയുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. അങ്ങനെ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിച്ച് അങ്ങേ ആശ്ലേഷിയും എന്നെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ ഐക്യപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നിൽ നിന്നും ഒരിക്കലും അങ്ങ് വേർപിരിയരുതേ. ആമേൻ. നമ്മെ ജീവിക്കുന്ന കർത്താവ് യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവിന്റെ ബലിപീഠത്തിൽ നിന്ന് ഭക്ഷിച്ച് നമുക്ക് തൃപ്താകാം. സഭയുടെ വിശ്വസ്ത സന്താനങ്ങളായി വർദ്ധിക്കുവാൻ ഈ ദിവ്യകൂദാശ നമ്മെ ശക്തരാകട്ടെ. മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും കടകളെ പുറത്തേക്കും നിത്യജീവനും കാരണമാകട്ടെ. ആമേൻ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സത്രാരിയുണ്ട്. അവിടെ എഴുന്നള്ളാൻ, അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരണേ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സത്രാരിയുണ്ട്.
സുതരാ അതിയായ ദാനമുണ്ട്. അതിനായി വരമേകണേ, അതിനീശോ നീ വരണേ. അതിനായി വരമേകണേ, അതിനീശോ നീ വരണേ. പരിശുദ്ധാത്മാവിന്റെ കൃപാർത്താൽ സ്ഥിരവും പരിശുദ്ധവും ജീവിതായുഗവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. പൗർണ്ണമികമായ കാലത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവ്യരഹസ്യങ്ങളിലൂടെ ദൈവിക ജീവൻ ഞങ്ങളെ പങ്കുകാരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർണ്ണനീയമായ ദാനത്തെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും സ്വർഗവാസികളോടെ അങ്ങയെ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ മിശിഹായെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കി അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയുടെ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. മാമോദീസ വഴിയായി ദൈവം നൽകി നവജീവൻ ദാനവരങ്ങളിൽ അഖിലേശൻ പങ്കാളികള തീർത്തല്ലോ. തിരുവചനത്ത കനിവോടെ ധന്യത നൽകി ലോകത്തിൽ സുവിശേഷത്തിൽ സാക്ഷികളാ ജീവിത വീതി നീങ്ങിടുവിൻ. വിശ്വാസത്തിലധിഷ്ഠിതമാ നല്ല കുടുംബം തീർത്തെന്നും സഭയുടെ നിസ്തുല ചൈതന്യം പാരിതിനെല്ലാം നൽകിടുവിൻ. രക്ഷക കൃപയും താതൻ തൻ സ്നേഹവും ഒപ്പം പോകാതെ സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കൃപയെ സ്തുതി. അങ്ങ് ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി വിലപിക്കുവാൻ ഞങ്ങൾ വരുമ്പോയില്ലെന്ന് അറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ ഈശോ അങ്ങേ ദാസന്മാരായ വൈദ്യർക്ക് യാതൊരാവത് വരാതെ അങ്ങേ പരിശുദ്ധത്തിൽ നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദുഃഖത്തോടുപെടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയതാൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയമുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമ്മതങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇതിലവരുടെ ആനന്ദവും ആശ്വാസവും പരിണിതി സൗഭാഗ്യത്തിന്റെ പകടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദ്യ ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയെ പരിശുദ്ധ മറിയമേ, വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സമുദ്ര
സമുദ്രതാരമേ